ഹലോ നമസ്കാരം. രാധാസ്വാമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാറ്റത്ത് കിളിക്കൂടിൻ്റെ കഥയൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് 11/6/26 കഥയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ നിധിയും സുധീഷും കൂടെ ഡിവോഴ്സിൻ്റെ കാര്യത്തിനായി കോടതിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കൗൺസിലർ അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്നും കൂടെ ആലോചിച്ച് നോക്കൂ, ഈ കല്യാണം കഴിഞ്ഞ് 5 മാസമല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഇപ്പം തന്നെ ഡിവോഴ്സ് വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, വേണ്ട മാം, ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് പോകാൻ പറ്റില്ല, എനിക്ക് നിർബന്ധമായിട്ടും ഡിവോഴ്സ് വേണം എന്ന് പറയും. അപ്പോൾ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഇങ്ങനെ വളരെ ദയനീയമായിട്ടിരിക്കുകയാണ്. അപ്പോൾ പറയും, അല്ല നിങ്ങൾക്ക് ഒന്നും കൂടെ ചിന്തിച്ചുകൂടെ, ഒരുമിച്ച് നിന്നിട്ട് നിങ്ങൾ ജീവിതം പോലും തുടങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ ഒന്നിച്ച് ഒരു ജീവിതമൊക്കെ തുടങ്ങി കഴിയും, അപ്പോൾ ചിലപ്പോൾ ഈ പ്ലാനൊക്കെ മാറുണ്ടാവും, ഈ ഒരു വിഷമം ഇതൊക്കെ മാറുണ്ടാവും പറയുമ്പോൾ, ഇല്ല മാം, അതിന് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ വയ്യ, എന്തിനീ ഒരുമിച്ച് പോകാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്, അതുകൊണ്ടാണ് ഡിവോഴ്സ് വേണമെന്ന് പറയേണ്ടതെന്ന് പറയും. അപ്പോൾ ഇവള് വളരെ ഇതായിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അപ്പോഴും ഇവർക്ക് സങ്കടം തോന്നുന്നത് ഈ സുധീഷിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. അപ്പോൾ പറയും, പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടെ ചിന്തിച്ചു വയ്ക്കുമ്പോൾ, ഇല്ല പറ്റില്ല മാം എന്ന് പറയും. അപ്പോൾ ഒന്നൊരു കാര്യം ചെയ്യൂ, പക്ഷേ മാം എപ്പോഴാണ് ഞങ്ങൾക്ക് ഡിവോഴ്സ് വേഗം കിട്ടും വയ്ക്കുമ്പോൾ, ഡിവോഴ്സ് വേഗം കിട്ടും, കാരണം കുട്ടിക്ക് തീരെ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഡിവോഴ്സ് വേഗം ഉണ്ടാവും, പക്ഷേ 2-3 തവണയും കൂടി നിങ്ങളിങ്ങോട്ട് വരണം എന്ന് പറയുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കോടതിയിൽ കൊടുക്കട്ടെ, അപ്പോൾ പിന്നെ പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടുമായിരിക്കും എന്ന് പറയും. ചുരുങ്ങിയത് ഒരു 6 മാസം അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ശരി മാഡം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സുധീഷിൻ്റെ മുഖം ഇങ്ങനെ സങ്കടം വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ സുധീഷിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ, എന്നാൽ പോയിക്കോളൂ, വിളിക്കുമ്പോൾ കോടതിയിൽ നിന്ന് വിളിക്കും നിങ്ങളെ, അപ്പോൾ വന്നാൽ മതി പറഞ്ഞിട്ട് ഇങ്ങനെ ഇവർ പോരുകയാണ്, പുറത്തേക്ക് പോരുകയാണ്. അപ്പോൾ സുധീഷ്, ശരി മാം പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ശരി എന്ന് പറയാം. അവർക്കും അവൻ്റെ മുഖം കാണുമ്പോൾ വല്ലാണ്ട് വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പുറത്ത് വരും, റൂമിൻ്റെ പുറത്ത്, ഈ കൗൺസിലിങ്ങിൻ്റെ റൂമിൻ്റെ പുറത്ത് വരുമ്പോൾ ഇവള് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത്, എന്തിനാണ് ഇത് എല്ലാവരോടും ഇങ്ങനെ പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, പിന്നെ അല്ലാണ്ട് പിന്നെ എന്താ പറയേണ്ടത്, പിന്നെ ഒളിച്ചോടി പോകുന്നതെന്നോ, അല്ലെങ്കിൽ അവിചാരിതമായിട്ട് നമ്മൾ കല്യാണം കഴിച്ചു എന്നോ, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തലേന്ന് പിന്നെ ഓസ്ട്രേലിയൻ കങ്ങാരുവിനെ ഇഷ്ടപ്പെടാത്ത കല്യാണത്തിൽ നിന്ന് ഓടിച്ചോടി വന്നിട്ട് വേറെ കല്യാണം കഴിച്ചു എന്നാണ് ഞാൻ പറയേണ്ടത്. ഒരൊറ്റ പ്രാവശ്യം കണ്ട് മുട്ടുന്ന ഭാര്യയും പെണ്ണുമാണും കൂടെ, അതൊന്നും വിശ്വസിക്കുന്ന കാര്യങ്ങളല്ല. അല്ലാണ്ട് അപ്പോൾ ഈ ഒളിച്ചോടി പോലെ പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്ന് തന്നെ പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഈ കോടതിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വഴിക്ക് നിൻ്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അച്ഛനൊക്കെ ആ ഒരൊറ്റ കാര്യം മതി നീ തന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാൻ. മാത്രമല്ല ആ ഓസ്ട്രേലിയൻ കങ്കാരുവിന് നമ്മുടെ പേർക്ക് കേസും കൊടുക്കുക, അതൊക്കെ നീ ആലോചിച്ചിട്ടുണ്ട് നോക്കിയപ്പോൾ അവളിങ്ങനെ എപ്പോഴാണ്, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു ഇത് വരുന്നുണ്ടല്ലോ വയ്ക്കുമ്പോൾ, പിന്നെന്താ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ, അപ്പോൾ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ എന്നിങ്ങനെ ഇവളിങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ മനസ്സിൽ പറയും, ബുദ്ധി അതിബുദ്ധിയാണ്, അങ്ങനെ ആയതുകൊണ്ടാണല്ലോ നീ ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെ കൂടിയത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ പറയും, സുധീഷൻ നമുക്കിന്ന് ഓരോ ജ്യൂസ് കുടിച്ചാലോ വയ്ക്കുമ്പോൾ, പോവാന്നറിയാം. ഇവർ രണ്ടുപേരും കൂടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതിൽ കയറുന്നുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ഇവളിങ്ങനെ ഒരു മാംഗോ ജ്യൂസോ എന്തോ കുടിക്കുന്നുണ്ട്, ഇവനിങ്ങനെ പപ്സും ചായയും കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയും, പിന്നെ എന്തൊരു സന്തോഷമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ എന്തിന് ചോദിക്കും സുധീഷ് കേട്ടോ, അല്ലേ ഇത് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായതുകൊണ്ട് വളരെ സന്തോഷമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, അതെ അതെ. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, ഒരു ആശ്വാസമുണ്ട് എന്ന് പറയുകയാണ് ഇവള് നിധി കേട്ടോ. അപ്പോൾ പറയും, അല്ല ഇപ്പോൾ ഡിവോഴ്സിൻ്റെ പേപ്പറിൽ ഒപ്പിട്ടിട്ട് വന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്ന കപ്പിൾസ് നമ്മളായിരിക്കും എന്ന് പറയുന്നുണ്ട് സുധീഷ്. അപ്പോൾ ഇവള് ചോദിക്കും, കപ്പിൾസോ എന്ന് നോക്കുമ്പോൾ, അല്ലേ എന്ന് പറയുമ്പോൾ, കപ്പിൾസൊന്നുമല്ല, നമ്മളിങ്ങനെ കപ്പിൾസാവുന്നത് എന്ന് ചോദിക്കണം, ഇതൊരു സമാധാനമായിട്ടാണ് ഇരിക്കുന്നത്, കപ്പിൾസൊന്നുമല്ല. അല്ലെങ്കിൽ അല്ല എന്നാൽ ഫ്രണ്ടിനെ പോലെ എന്ന് പറയുകയാണ്. അതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിധിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ അങ്ങനെ കപ്പിൾസ് എന്നുള്ളൊരു അങ്ങനെ ഒരു ഡയലോഗേ ഇഷ്ടമല്ല അവൾക്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് പറയും, ഈ സുധീഷിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ട് പറയും. അപ്പോൾ അവൻ ചോദിക്കും, എന്ത് സങ്കടം എന്ന് ചോദിക്കുക. അല്ല, ഇപ്പോൾ നമ്മൾ ഡിവോഴ്സൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സുധീഷിന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവില്ലേ, നല്ലൊരു പെൺകുട്ടീനെ കല്യാണം കഴിക്കും, പക്ഷേ അപ്പോൾ സുധീഷിന് ഇതിപ്പോൾ സെക്കൻഡ് മാരേജ് ആവില്ലേ, അതാണ് ഒരു പ്രശ്നം എന്ന് പറയും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി മാഡം, ദേഷ്യം വന്നിട്ടാണ് സുധീഷ് പറയുന്നത്, പക്ഷേ ഇവൾക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ മാഡം ഒരു കാര്യം ചെയ്താൽ മതി, അപ്പോൾ വന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് ആ പെൺകുട്ടീനെ കണ്ടിട്ട്, ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് ഒരു കല്യാണം കഴിച്ചതായിരുന്നു, എന്നിട്ട് വെറുതെ ഒരു ഡിവോഴ്സ് വാങ്ങിയതാണ്, അല്ലാണ്ട് ഞങ്ങൾ ഭാര്യയും ഭർത്താവായിട്ടൊന്നും
കഴിഞ്ഞിട്ടില്ല എന്നൊരു പറഞ്ഞേക്ക് അറിയും. ആ അത് ശരിയാണല്ലോ, ഞാൻ അങ്ങനെ വന്ന് പറയാം എന്ന് പറയണേ. അപ്പോൾ എന്തൊരു ബുദ്ധിയാണ് ഇവൾക്ക്, ഇങ്ങനെയുണ്ടാവും മനുഷ്യർ, ദുഷ്ട മനസ്സ്. അപ്പോൾ ഇവങ്ങനെ മനസ്സ് പറയാണ് ദുഷ്ട, എന്തൊക്കെയാണ് അവളുടെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് സുധീഷ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പിന്നെ അപ്പോൾ ഇവരിങ്ങനെ ചായയും പപ്സും ചായയും പപ്സും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം കുടിക്കുന്നതിനിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പപ്സ് കഴിച്ചിട്ടും എൻ്റെ ചുണ്ടിലും ഈ മീശയിലും താടിയിലൊക്കെ ഇങ്ങനെ പൊടി പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നത് പപ്സിൻ്റെ പൊടി ചുണ്ടിലൊക്കെ ഇരിക്കുന്നു പറയും. അപ്പോൾ അവൻ ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ആ ഭാഗമൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ പറയും അവിടെ അല്ലേ ഇപ്പുറത്താന്ന് പറയും. അപ്പോൾ ശരി പോയോ ഇങ്ങനെ ശരിയെന്ന് പറയുമ്പോൾ അവളൊരു പോയിട്ടില്ലാണ്ട് ടിഷ്യൂ എടുത്തിട്ട് അവൻ്റെ മീശയും താടിയൊക്കെ ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനത് കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം അവനെ കെയർ ചെയ്യുന്ന പോലൊരു ഇത് തോന്നുകയാണ് ആ പാവത്തിന്. അതിപ്പോൾ ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളിത് അവിടെ ചുണ്ടിൽ പറ്റിയാറുണ്ട്, നമ്മളാണെങ്കിലും തട്ടി കൊടുക്കില്ലേ, അത് പാവം അത്രയും അവളെ ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അവൾ പിന്നെ ഇവളോട് പറയുന്നുണ്ട് എന്താണ് അതിപ്പോൾ അപ്പോൾ പോയി ശരിയായി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശരിയായി എന്ന് പറയുന്നുണ്ട്. അത് അപ്പോൾ ഇവന് അറിയാം അത് നല്ല ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു ആ പപ്സ് മുഴുവനെ ഇങ്ങനെ കഴിച്ചിട്ട് അവൻ്റെ മീശയിലും തടിയിലൊക്കെ വെച്ച് തേക്കുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ അപ്പോൾ ഇവളത് ശ്രദ്ധിക്കില്ല, ഇവൾ ജ്യൂസ് കുടിക്കുന്നതല്ല ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇവളത് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ പെട്ടെന്ന് മുഖം ഉയർത്തി നോക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലും തടിയിലൊക്കെ ഈ പപ്സിൻ്റെ പൊടി ഇരിക്കുക. അപ്പോൾ ഇവളിങ്ങനെ അന്തം വിട്ടിട്ട് നോക്കുകയാണ് എന്താ പുതുക വെച്ചിട്ട്. അപ്പോൾ അവൻ പറയും പപ്സിൻ്റെ പൊടിയായിട്ടുണ്ടാവില്ലേ, അതിനകത്ത് തുടച്ചാൽ പോരെ ഒരു ടിഷ്യൂ എടുത്ത് അവളെ കൈ കൊടുക്കുക. അപ്പോൾ അവൾ അറിയും കയ്യെത്തുന്ന ദൂരത്ത് തന്നെയല്ലേ തുടച്ചേക്കെന്ന് അറിയണേ, അവിടെയും ചമ്മി. അപ്പോൾ അതിൻ്റെ ഇത് ആവശ്യമില്ല, അവൻ അവളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്, സ്വയം മുഖത്ത് പപ്സൊക്കെ വെച്ച് തേച്ചിട്ട്. പക്ഷേ അവൾ തിരിച്ച് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട്, പറ്റില്ല ചെയ്തോളാൻ പറയും. അത് കഴിഞ്ഞിട്ട് ശരി പോയല്ലേ എന്ന് പറഞ്ഞങ്ങനെ ഒരു വെളിച്ച ചിരിയും ചിരിച്ചൊക്കെ തുടച്ചു കളയുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവൾക്ക് എന്താ എന്നെ മനസ്സിലാവാത്തത് ഇത്രയും നാളായിട്ടും, അവൾക്ക് എന്തുകൊണ്ടാണ് എന്നോട് ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ദുഷ്ടയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇവളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ടാണ് ഇവൻ ഈ പറയുന്നത്, നോക്കി ഇങ്ങനെ അപ്പുറത്തെ സീറ്റിലല്ലേ ഇരിക്കുന്നത്, മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ടാണ് ഈ പറയുന്നത് മുഴുവൻ. അപ്പോൾ ഇവള് ചോദിക്കും എന്താ ആലോചിക്കുന്നത് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഇന്ന് നിധിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് പറയും. ഇപ്പോൾ ഭംഗിയോ നോക്കുമ്പോൾ അല്ല എന്നുവെച്ചാൽ നോക്കിയാണ്. അപ്പോൾ പറയും അല്ല സാധാരണ ഭംഗിയില്ല എന്നല്ല, ഭംഗിയുണ്ട്, പക്ഷെ എന്ത് പ്രത്യേക ഒരു ഭംഗിയുണ്ട് നിധിയെ കാണാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിന്നിപ്പോൾ ഭാരമൊക്കെ കുറേ തലേന്ന് ഒഴിച്ചു വെച്ചില്ലേ, അതിൻ്റെ ഭംഗിയായിരിക്കും എന്ന് അറിയാണ്. കാരണം ഒരു വലിയൊരു ഭാരം തലേന്ന് ഇറക്കി വെച്ച ദിവസമല്ലേ ഇന്ന്, അതിൻ്റെ ഒരു ഭംഗി അതാവും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സുധീഷിനെ കേൾക്കുമ്പോൾ ഇവള് എങ്ങനെ പോവുകയാണെങ്കിലും അവസാനം കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴും ഇവൻ ഇവളെങ്ങനെ നോക്കുക പറയും എന്താക്കുമ്പോൾ ഒന്നുമല്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേഗം പോവായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെന്താ വേഗം പോവാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ വേഗം പെട്ടെന്ന് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഇറങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഹരീഷ് ആകെ ദുഃഖിതനാണ്. കാരണം നീതുവിനായിട്ട് അടി കൂടിയിട്ട് പിന്നെ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഫോൺ വിളിയില്ല, മെസ്സേജ് അയക്കലില്ല, യാതൊരു തര ബന്ധവുമില്ല. അപ്പോൾ കൂടെയുള്ള ശിങ്കിടികൾ പറയുന്നുണ്ട് എന്താണ് ആശാന് പറ്റിയത്, ആശാനാകെ മൂഡ് ഓഫ് ആണല്ലോ, ആശാൻ എന്താ പറ്റിയത് എന്നറിയാം. അപ്പോൾ ഒന്നുമില്ലടാ അറിയാം. അല്ല അപ്പോൾ മറ്റവൻ പറയും ഇപ്പോൾ ബ്രേക്ക് പിന്നെ നേരാക്കാൻ കൊണ്ടുവന്ന ബൈക്കിൻ്റെ കാറ്റഴിച്ചു വിടുക, പിന്നെ കാറ്റ് നിറയ്ക്കാൻ വരുന്ന ബൈക്കിൻ്റെ ബ്രേക്ക് അഴിച്ചു വിടുക, അതുപോലെ പെട്രോൾ ടാങ്കിൽ ഡീസൽ കൊണ്ട് ഒഴിക്കുക, അതുപോലെ പല ചിന്തകളുമാണ് ഇപ്പോൾ ആശാനുള്ളത്. ആശാൻ്റെ ചിന്തകൾ ഇവിടെ നിന്നല്ല എവിടേക്കോ എത്തി, ആശാൻ ഇവിടെ ഒന്നും അല്ല അതിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആശാൻ ഒരു SMS അയക്കുക, അത്രേ ഉള്ളൂ, ആ ഒരു കാര്യമല്ലേ വരുന്നത്, എന്തിനാണ് ഇങ്ങനെ കടന്ന് ഈ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താക്കുമ്പോൾ നിങ്ങളൊന്ന് പോയേ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ഇനിയും കാണും, അല്ലാണ്ട് ഈ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ, നിസ്സാര കാര്യമുള്ള ഒരു SMS അയക്കുക എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ ഇവന്മാർ ഓരോരോ തമാശകൾ പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും നമ്മൾ ഹരീഷിൻ്റെ തലയിൽ കയറുന്നില്ല. ഹരീഷ് ആകെ വ്യാകുലനാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഇവന്മാർ പറയും ഒരു കാര്യം ചെയ്യുക ഹരീഷേട്ടനൊരു മെസ്സേജ് അയക്കും, ഞങ്ങൾ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം, ഇങ്ങനെ ഈ ദുഃഖിച്ചിരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ, അതുകൊണ്ട് ഹരീഷേട്ടൻ പോയിട്ടൊരു ഒരു മെസ്സേജ് അയക്കും, ഞങ്ങളൊക്കെ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറയാൻ. അപ്പോൾ ശരി ഞങ്ങൾ പോയിട്ട് വാറണ്ടിട്ട് വരെ വിടുക. അപ്പോൾ ഇവന്മാർ രണ്ടാളും കൂടെ ചായ കുടിക്കാൻ പോവുക. അപ്പോഴേക്കും ഹരീഷ് ഫോൺ എടുത്തിട്ട് നോക്കുന്ന സമയത്ത് എന്തപ്പോൾ മെസ്സേജ് അയക്കുക, അവനാണെങ്കിൽ അങ്ങനെ ഒട്ടും റൊമാൻറ്റിക് അല്ല. കാരണം ഒന്നാമത് അവൻ്റെ വീട്ടുകാരെ പറയുന്നത് അവന് ഇഷ്ടമല്ല. അപ്പോൾ നിധുവിൻ്റെ വീട്ടുകാരാണെങ്കിൽ ഇപ്പം ഇത് നിക്കേഷിനെയും നിധിനെയും പറഞ്ഞൊന്നും അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലവിളി നടത്തും അവിടെ പോയിട്ട്. അപ്പോൾ അത് കാരണം
ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം. അപ്പോൾ അതേ ദുഃഖത്തോട് കൂടിയിട്ട് നിധു അവിടെ ഇരിക്കുന്നുണ്ട്. അവളും നിധു ആകെ സങ്കടത്തിലാണ്. ഒരു വിളിയോ പറച്ചിലോ മെസ്സേജ് അയക്കലോ ഒന്നുമില്ല. അവളും ആകെ വളരെ സങ്കടത്തിലാണ് അവളും ഇരിക്കുന്നത്. അപ്പോൾ അവൾ പെട്ടെന്ന് വെറുതെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവൻ ഓൺലൈനിൽ കാണുന്നുണ്ട്. അപ്പോൾ അവൻ ഓൺലൈനിലുണ്ടല്ലോ, എന്താണ് പറയുമ്പോൾ അവൾക്ക് തന്നെ സന്തോഷമാവണം, ചിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഇവൻ വല്ല വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ആണോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഇവൻ ടൈപ്പ് ചെയ്യുന്ന പോലെ ഇവൾക്ക് തോന്നും. അപ്പോൾ പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ, എന്താ എഴുതുന്നുണ്ട്, വരട്ടെ വരട്ടെ, ഞാൻ അങ്ങോട്ട് വിളിക്കില്ല, അങ്ങനെയല്ലല്ലോ കുറുമ്പ്, ഇങ്ങോട്ട് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളും വലിയ ഒരു വെയിറ്റ് ഇട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഇവൻ ഇങ്ങനെ നോക്കിയിട്ട് അവൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ട, ഇതെങ്ങനെ അങ്ങോട്ട് പോവാച്ചാൽ പോട്ടെ പറഞ്ഞിട്ട് അവൻ ആ ടൈപ്പ് ചെയ്യൽ അവിടെ നിർത്തിയിട്ട് ഫോൺ അവിടെ വയ്ക്കും. അപ്പോൾ നോക്കുമ്പോൾ അത് ടൈപ്പ് ചെയ്യുന്നില്ല. അവൾക്ക് ദേഷ്യം വന്ന് അവൾ ഫോൺ അവിടെ ഇടണം. രണ്ടുപേരും ഫോൺ അവിടെ കൊണ്ടുവയ്ക്കും. പിന്നെ ഈ ചിന്തയും ദുഃഖവും ആലോചനയൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മളുടെ എന്താണ് സുധീഷ് ഗോപി സാറിനെ വിളിക്കുക. കാരണം ഇവരെ കല്യാണം നടത്തിയ ഒരു കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഡിവോഴ്സിന് പോയിട്ട് അയാൾ വിളിച്ച് പറഞ്ഞിട്ടാണ് പിന്നെ അത് ഒഴിവാക്കിയത്. പിന്നെയും അയാളെ പോയി കാണുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാണ് അയനെ കാണണമെന്ന് പറഞ്ഞത് വെച്ചിട്ട് അയാൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി വരിക. അപ്പോൾ സുധീഷ് അവിടെ ഈ ഗോപി സാറിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ വന്നിട്ട് ചോദിക്കുമ്പോൾ എന്താ കാര്യം, നീ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞു, പിന്നെ ഡിവോഴ്സിന് പോയോ ഭാര്യ ചോദിക്കുമ്പോൾ സാറിനെ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുക. അത് കൊള്ളാം, പിന്നെ നിൻ്റെ ആവശ്യങ്ങൾക്കല്ലാണ്ട് എന്നെ ഒന്നും വിളിക്കാറില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ അറിയാം സാറേ വീണ്ടും പ്രശ്നമാണ് അറിയും. എടാ ഇതൊക്കെ പ്രശ്നമാവും, ഇതിപ്പോൾ കോടതി ചെന്നില്ലേ, ഇത് കോടതി ചെന്ന കേസാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ പ്രശ്നമാവും കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല സാറേ അതൊന്നും സാറിനൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യാം, ഒന്നും വേണ്ട സാർ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. എടാ നിൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോടൊന്ന് പറഞ്ഞുകൂടെ എന്ന് പറയുമ്പോൾ അത് നടക്കുന്നില്ല സാറേ അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താപ്പോൾ വേണ്ടത് അറിയാം, അന്നത്തെ പോലെ സാർ ഒന്നും കൂടെ വിളിക്കുക എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും സാറിന് എന്താ കഴിക്കാൻ വേണ്ടി വയ്ക്കുമ്പോൾ പറയും എനിക്കൊരു 6 പൊറോട്ടയും 2 ബീഫും എന്ന് പറയും. ഇപ്പോൾ ഇയാളെങ്ങനെ സൂക്ഷിച്ച് നോക്കുക, ദൈവം 6 പൊറോട്ടയൊക്കെ തിന്നുക എന്നുള്ളതിലിങ്ങനെ നോക്കുക. അപ്പോൾ പറയും അതിൽ 3 പൊറോട്ടയും ബീഫും വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് എന്ന് പറയും. അപ്പോൾ പറയും അപ്പോൾ സാറിന് കുട്ടികളൊന്നും ഇല്ല അവിടെ പറയുമ്പോൾ അവൻ പറയും ഭാഗ്യം രക്ഷപ്പെട്ടു എന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയുകയാണേ. അങ്ങനെ ഈ പിന്നെ എന്താണ് ഗോപി സാറ് ഇയാൾക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പറയും എടാ നീ പക്ഷേ ഇതൊന്നും പോരാട്ടോ, നിൻ്റെ ഈ ഇതിലൊന്നും ഒതുങ്ങില്ല, നീ എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും തരണം എന്ന് പറയാം. അപ്പോൾ പറയും സാറേ തരാൻ, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, കാരണം എൻ്റെ ലൈസൻസ് പിടിച്ചു വെച്ചിരിക്കുക അറിയുമോ, ഇവിടുത്തെ SI പിടിച്ചു വെച്ചിരിക്കുക അറിയും. അതെന്തിനാണ് എൻ്റെ ലൈസൻസ് പിടിച്ചു വെച്ചേ എന്ന് ചോദിക്കുക. അല്ല സാറേ അത് എൻ്റെ പിന്നെ ഇങ്ങനെ ഒരു CAയുടെ മകനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രശ്നം ഉണ്ടായി എന്നറിയും. ദൈവമേ നീ എൻ്റെ ജോലി കളയേക്ക് വയ്ക്കുമ്പോൾ അതൊന്നുമില്ല സാറേ, അതൊരു ചെറിയൊരു ഇതിൽ വന്നതാണ്, എന്നെ കൊണ്ട് എൻ്റെ ലൈസൻസ് പിടിച്ച് 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് അങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലിയാവുള്ളൂ, ജോലിയാകുമ്പോൾ ഞാൻ സാറിനെ വേണ്ട വിധത്തിൽ കാണും, സാറേ എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്നൊക്കെ ഇങ്ങനെ പറയും അയാൾ. കാരണം പോലീസല്ലേ ഇതാക്കാനും പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ നമ്മൾ സുഭാഷ് കയറി വരുമ്പോൾ നികേഷ് ഇരുന്ന് ഫോണിൽ കളിക്കുക. അപ്പോൾ നികേഷിനോട് ചോദിക്കുമ്പോൾ എടാ നിധിയും സുധീഷും വന്നിരിക്കുമ്പോൾ നിധിയെടുത്തിൻ്റെ അതിൻ്റെ ഉള്ളിലുണ്ട്, സുധീഷേട്ടൻ വന്നിട്ടില്ല അറിയും. അപ്പോൾ കോടതി പോയ കാര്യം എന്തെങ്കിലും പറഞ്ഞു വയ്ക്കുമ്പോൾ ഇല്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞില്ലേ? ഇല്ല ഒന്നും പറഞ്ഞില്ല എന്ന് പറയും. നീ ചോദിച്ചില്ലേക്കുമ്പോൾ ഇല്ല ഞാൻ ചോദിച്ചില്ല, എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്നത് മോളെ നിധി എന്ന് വിളിക്കുകയാണ്. അപ്പോഴേക്കും ഏട്ടാ അതാ ഒന്ന് പറഞ്ഞിട്ട് അവൾ വരുന്നുണ്ട്. അപ്പോൾ പറയും പോയിട്ട് ഇന്ന് എന്താ ചോദിക്കുമ്പോൾ പിന്നെ സുധീഷ് എവിടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സുധീഷ് ഇങ്ങോട്ട് വന്നില്ലേ, സുധീഷ് പോകുന്നല്ലോ നേരത്തെ, ഇനിയിപ്പോൾ എങ്ങോട്ടാ പോയാണാവോ എന്നറിയില്ല എന്ന് പറയാണ്. അപ്പോൾ പറയും പോയ കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല ഏട്ടാ ഒന്നും ആയിട്ടില്ല, ഇനിയിപ്പോൾ പിന്നെ 2-3 കൗൺസിലിങ്ങൊക്കെ ഉണ്ടോ ചോദിക്കുമ്പോൾ ഉണ്ട് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു 5-6 മാസം കൂടെ പിടിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഈ 5-6 മാസത്തിനുള്ളിൽ ഇതിനൊരു ഇതാക്കി കൂടിക്കുമ്പോൾ അതായത് ഇങ്ങനെ ഒരു കോടതിയും കേസൊന്നും ഇല്ലാണ്ട് ഇത് നിങ്ങൾ തമ്മിലൊരു ഇതാക്കി കൊടുക്കുമ്പോൾ അത് ഇല്ല രണ്ടാൾക്കും. അതൊന്നിപ്പോൾ സുധീഷ് എന്തെങ്കിലും പറഞ്ഞോ ചോദിക്കുക. അപ്പോൾ സുധീഷ് ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. കാരണം സുധീഷിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഡിവോഴ്സ് ആണെങ്കിലും സുധീഷിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അവൾ. അപ്പോൾ സുധീഷൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഇവർക്ക് മനസ്സിലായിട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുധീഷ് ഈ ഗോപി സാറിനെയും കൊണ്ട് നിധിയുടെ ഫോണിലേക്ക് വിളിപ്പിക്കുന്നത്. അപ്പോൾ ഫോൺ എടുത്തിട്ട് സംസാരിക്കുക. ആളെ മനസ്സിലായിക്കുമ്പോൾ മനസ്സിലായി അറിയും. അപ്പോൾ സുഭാഷിനോട് ഇതായിട്ടപ്പോൾ വരാറിട്ട് അങ്ങനെ ഇവൾ അടുക്കളയുടെ
മലക്കുറത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ പറയും എന്ത് സാറേ വിളിച്ചത് ചോദിക്കുമ്പോൾ പറയും വീണ്ടും പിന്നെ കോടതിയും കേസൊക്കെ ആയിട്ട് പിന്നെയും മുന്നോട്ട് പോയില്ലേ, ഡിവോഴ്സൊക്കെ ആയിട്ട് എന്തിൻ്റെ കേടാ കുട്ടി, സന്തോഷമായിട്ട് ആ പയ്യൻ്റെ കൂടെ ജീവിച്ചൂടെ, ഇങ്ങനെ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യം എന്താണ് ചോദിക്കുക. അപ്പോൾ പറയും സാറേ എന്നോട് ആരും ഇതൊക്കെ പറഞ്ഞു നോക്കിയപ്പോൾ അതാരോ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നതിന് അതല്ലല്ലോ ഉത്തരം തരേണ്ടത്. നിങ്ങൾ ഇത് ഇതിൻ്റെ മുന്നേ ഇതുപോലെ ആയിട്ട് ഞാൻ എന്നെ കൊണ്ട് വിളിപ്പിച്ചില്ലേ. ഒന്നാമത് ഞാൻ ഈ വിളിച്ച വിവരങ്ങൾ പറയേണ്ടത് ഞാനാണല്ലോ ഇതൊക്കെ നടത്തി തന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നോക്ക്, ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാണ്ട് ഇങ്ങനെ ഡിവോഴ്സ് എന്നും പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഡിവോഴ്സിൻ്റെ ആവശ്യമൊന്നും വരില്ല എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലും ചിലപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടി വരും എന്ന് പറയും. അതെന്തിനാ സാറേ വീട്ടിലൊക്കെ പോണേക്കുമ്പോൾ ഞാനല്ലേ നിങ്ങളുടെ കല്യാണം നടത്തി തന്നത്, ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാകുമ്പോൾ എനിക്ക് എൻ്റെ ജോലിനെ ബാധിക്കില്ലേ അതും കൊണ്ടാണെന്നൊക്കെ അങ്ങനെ പറയും. അങ്ങോട്ട് നിങ്ങൾ ഡിവോഴ്സ് ഒന്നും ആവാണ്ട് ഒരുമിച്ച് ജീവിക്കാം, അവൻ നല്ലൊരു പയ്യനല്ലേ, അവനെന്താ കുഴപ്പം, ഒരുമിച്ച് ജീവിക്കാൻ നോക്കുന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അല്ല സാറേ സാറിനോട് ആരും ഇതൊക്കെ പറഞ്ഞത് വയ്ക്കുമ്പോൾ സുധീഷ് പെട്ടെന്ന് ഈ ഫോൺ പൊത്തിപ്പിച്ചിട്ട് അറിയും അതൊന്നും അതൊക്കെ ഞാൻ അറിഞ്ഞു, അതൊന്നും അറിയാനാണോ പ്രയാസം എന്ന് പറയും. അപ്പോൾ അയാൾ പറയാം അതൊക്കെ അറിയാനൊന്നും പ്രയാസമൊന്നുമില്ലല്ലോ, അതൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് പറയുകയാണ്. ഞങ്ങളൊക്കെ ഇതിലല്ലേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലല്ലേ വർക്ക് ചെയ്യുന്നത്, അങ്ങോട്ട് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. അതല്ലല്ലോ ഇപ്പോൾ വിഷയം ഇവിടെ. എന്തിനാണ് ഈ ഡിവോഴ്സിന് പോണത്? ആ ഡിവോഴ്സ് ഒഴിവാക്കൂ, എന്നിട്ട് ഒരുമിച്ച് ജീവിക്കൂ. എന്നിട്ട് ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയിട്ട് പോലും ഇല്ല. അതിൻ്റെ മുന്നേ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമല്ലേ ആയിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുന്നേ നിങ്ങളിങ്ങനെ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ച് ഇയാളിങ്ങനെ ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഇവളാകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾ ഓക്കെ എന്നാൽ ഞാൻ ഇനി വിളിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഫോൺ വെക്കുന്നുണ്ട്. വെക്കുന്ന സമയത്ത് ഇവളാകാൻ എങ്ങനെ ഇതിപ്പോൾ ഇയാൾക്ക് കിട്ടിയെന്നിങ്ങനെ ചിന്തിക്കുകയാണേ. അപ്പോഴേക്കും സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. സുധീഷിനോട് പറയും കാര്യമൊക്കെ ശരി, നീ തരാനുള്ള കാശും കൊണ്ട് എന്നെ കാണാൻ വേണ്ടി വന്നാൽ മതി കേട്ടോ, അല്ലാണ്ട് നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ഇയാളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എത്തിക്കാം സാറേ, ജോലിയൊന്നും ശരിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഞാൻ ശരിയാക്കിക്കോളാം എന്നൊക്കെ ഇയാളോട് സുധീഷ് പറയുന്നുണ്ട്. പക്ഷേ ഇവളാകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇയാൾക്ക് ഈ ന്യൂസ് കിട്ടിയത്, ആരാണ് ഇയാളോട് ഈ പറഞ്ഞത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് നമ്മളെ നിധി. അതൊക്കെയാണ് ഇന്നത്തെ കഥ.